Hey everyone, welcome to my YouTube channel. So ഇന്നൊരു നോർമൽ ഡേ ആണ്. നോർമൽ ഡേ ഇൻ ദ സെൻസ് ഇന്നൊരു വീക്ക് ഡേ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും നേരത്തെ ഇറങ്ങി. ആക്ച്വലി ഇന്ന് ഓഫീസിലല്ലായിരുന്നു, നമ്മൾ ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആക്ച്വലി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ നേരത്തെ ഇറങ്ങി. ഇന്ന് നല്ല സണ്ണി ഡേ ആണ്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല. നമ്മൾ ഓണമൊക്കെ ആയിട്ടുള്ള ഷോപ്പിംഗ് ആണ്, അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വെച്ചു എന്തെങ്കിലും ഷൂട്ട് ചെയ്യാം, എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ കാക്കനാടേക്കാണ് പോകുന്നത്. നമ്മൾ മുന്നേ താമസിച്ചുകൊണ്ടിരുന്നത് കാക്കനാടായിരുന്നു. അപ്പം ഇപ്പം സ്റ്റിൽ നമ്മൾ കുറച്ച് ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും അവിടെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും പോകുന്നത്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലവും ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പം കാക്കനാട് അല്ല താമസിക്കുന്നതെങ്കിലും ഇപ്പോഴും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ പോകുന്നത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ. എൻ്റെ കൈ ഷിവർ ചെയ്യണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് നേരം കൈ പിടിക്കുമ്പോൾ ഷിവർ ചെയ്യും. അറിയില്ല ഇത് ഷെയ്ക്ക് ആവുന്നുണ്ടോയെന്ന്. പിന്നെ ഇപ്പോൾ ആക്ച്വലി 4 o'clock ആയി. നമ്മൾ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും. ഇപ്പോൾ ലഞ്ചൊന്നും കഴിക്കാൻ പറ്റില്ല, പക്ഷെ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം കടയിൽ കൂടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ വെച്ചു അത് ഷൂട്ട് ചെയ്യാം, എന്തെങ്കിലും കോണ്ടൻറ്റ് ഉണ്ട്. ഇത്രയും ദിവസം ഞാൻ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ എന്താ, ഇന്ന് ആക്ച്വലി നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്നും നടക്കുമെന്ന് അറിയില്ല. ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ എല്ലാം കൂടി ഇന്ന് നടക്കുമെന്ന് അറിയില്ല, പക്ഷെ പറ്റുന്നത്രയും ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് ഓർത്തു. സോ ഫസ്റ്റ് നമ്മളിപ്പം ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു. നമ്മൾ ഫസ്റ്റ് ബെൻഹർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ ഫസ്റ്റ് പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നു. നമ്മുടെ ഇടയിൽ ഫുഡും റെസ്റ്റോറൻറ്റും എല്ലാം ഹരീൻ്റെ ഏരിയയാണ്. ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണിത്. അവൻ കുറച്ച് ക്യാമറ ഷൈ ആണ്. ഇപ്പം റീൽസൊക്കെ എടുക്കുകയാണെങ്കിലും ഞാനിങ്ങനെ ക്യാമറ ഓണാണെന്നും പറയില്ല. ചുമ്മാ ട്രയൽ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുള്ളൂ, ഓവറാക്കി ചളാക്കി തരും. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണ പോലെ ഒരാവശ്യമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കാൻ നേരത്ത് പറയുന്നത് എനിക്ക് ഡയലോഗൊന്നും തരില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കുറേ നേരം കഷ്ടപ്പെടുന്നു. എന്നിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ. അപ്പോൾ വീഡിയോ ശരിയാക്കണമല്ലോ. എന്താ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് എന്താ ഹരിൻ്റെ ഒപ്പീനിയൻ? നല്ല റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ആക്ച്വലി ഒരു മറ്റേ ഇതുണ്ട്, റോക്സ് ആൻഡ് ബ്ലൂസ് എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് നല്ലതാണ്. നല്ല കറികളൊക്കെ എടുത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാനുണ്ട്? മനസ്സിനെ വിഷമിപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിരുന്നു? ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടുത്തെ റോക്സ് ആൻഡ് ബ്ലൂസിൽ ഞാൻ വന്നിട്ടില്ല. ഞാൻ വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. റോക്സ് ആൻഡ് ബ്ലൂസിൽ ഇവരും ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ടില്ല. ഇല്ല, റോക്സ് ആൻഡ് ബ്ലൂസിൽ നമ്മൾ വന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വരാൻ പറ്റിയില്ല. അല്ല, ഞാൻ വന്നില്ലല്ലോ. നിങ്ങൾ പക്ഷെ ഫ്രണ്ട്സ് ആയിട്ട് വന്നില്ല. ഞാൻ വന്നില്ല. സോ അപ്പം കാക്കനാടത്തെ ഒരു ടോപ്പ് 5 റെഫറൻസ് മനസ്സിലാവും. സോ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ സ്ട്രെയിറ്റ് കാക്കനാട് പോയിക്കൊണ്ടിരിക്കുക. ആക്ച്വലി നമ്മളിപ്പോൾ വൈറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, കാരണം 3 days ഓഫീസിൽ വരണം ഞങ്ങൾക്ക്. അതുകൊണ്ട് 3 days കാക്കനാട് പോകും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും പോകും. അപ്പോൾ ഇപ്പോൾ ഒരു ഡ്രൈവ് പോകുന്ന പോലെയാണ് രാവിലെയും വൈകിട്ടും ഞങ്ങളുടെ ഓഫീസ് പോക്ക്. ഞങ്ങൾ മൺഡേയും ഫ്രൈഡേയും പോവാറില്ല. പക്ഷേ വെനസ്ഡേ ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ മൺഡേ ഞങ്ങളും പോവാറില്ല. ഇങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ഡേ ആണെന്ന് തോന്നുന്നു ഹൈബ്രിഡ് ഉള്ളവർക്കും വെനസ്ഡേ. അപ്പോൾ വെനസ്ഡേ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഇന്നിപ്പോൾ 5 ഒക്കെ ആയി, പക്ഷെ വലിയ ബ്ലോക്കേ ഇല്ല. കമ്പാരിറ്റീവ്ലി വെരി ലെസ്, ഒട്ടും ബ്ലോക്കില്ല. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാനിങ്ങനെയും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതും നീ എന്തെങ്കിലും പറഞ്ഞോ? സ്റ്റിച്ച് ഇപ്പം നല്ല സണ്ണിയാണ്. മഴയൊക്കെ 2 ദിവസമായിട്ടില്ല, അതുകൊണ്ട് നല്ല വെട്ടമുണ്ട്. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്, വൂൾ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത്. ഞാനിങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്യണതും പിന്നെ മുടി വെട്ടുന്നതൊക്കെ എനിക്ക് ഒരു സാധനം ഇഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ വേറെ ഒന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യില്ല. എനിക്ക് പേടിയാണ്. അതിൽ തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുടിയാണെങ്കിലും ഞാനൊരു 5-6 years ആയിട്ട്
സൈത്താൻ സുഹൃത്തിലാണ് ചെയ്യുന്നത്. റീൽസൊക്കെ കാണുമ്പോൾ വേറെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നും, പക്ഷെ എനിക്ക് അതിനുള്ളൊരു കറേജ് ഇല്ല. എപ്പം സെയിം സ്ഥലം. ഇതും ഇപ്പോൾ ഒരു 1 or 2 years ആയിട്ട് ഞാൻ ഇവിടെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആയി. ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അറിയില്ല എല്ലാം കഴിയുമെന്ന്. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് നാളെ ഒക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. സാറ്റർഡേ സൺഡേ ഒക്കെ എന്താ നിങ്ങൾക്ക് പരിപാടി? സാറ്റർഡേ എൻ്റെ നാട്ടിൽ പോകും. ഞാൻ തൊടുപുഴ. എൻ്റെ നാടോ? അപ്പം എൻ്റെ നാടേതാ? നീ എറണാകുളം എന്നല്ലേ പറയുന്നത്? ആക്ച്വലി ടെക്നിക്കലി ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ് എന്ന് വെച്ചാൽ, പക്ഷെ ബോർഡറാണ്. ഇവൻ പ്രോപ്പർ തൊടുപുഴയാണ്. ഞാൻ തൊടുപുഴയല്ല. അപ്പം എൻ്റെ കുറച്ച് ബോർഡറിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ശരിക്കും എറണാകുളം ഡിസ്ട്രിക്റ്റ് ആയിട്ട് വരും. അതാണ് പറഞ്ഞത്. എന്താ പരിപാടി? എനിക്കറിയാം. ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞേക്കാം എന്താ നിന്റെ പരിപാടി എന്ന്. ബാഡ്മിന്റൺ കളിക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങളിപ്പോൾ 2 മാസമായി തുടങ്ങിയിട്ട്. അപ്പം ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി, ബാഡ്മിന്റൺ വീക്കെൻഡ്സിൽ. ഇവിടെ വൈറ്റിൽ വരുമ്പോൾ ചില ദിവസങ്ങളിൽ കോളേജ് ഫ്രണ്ട്സ് ആണ്, ചില ദിവസങ്ങളിൽ ചില വീക്കെൻഡ്സിൽ അവർ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഹരി അങ്ങോട്ട് പോകും. വൈറ്റിലെ ഒരു ഫെദർ ടച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാനിതുവരെ പോയിട്ടില്ല. ഞാൻ പോയിട്ടേ ഇല്ല. ഇവരാണ് പലതവണ ചോദിച്ചു വരുന്നുണ്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ, ഞാൻ അത്ര സ്പോർട്സിലൊന്നും ഇൻട്രസ്റ്റ് ഉള്ള പേഴ്സൺ അല്ല. ഞാൻ കളിക്കും, പക്ഷെ അത് പണ്ടായിരുന്നു, ഇങ്ങനെ അച്ഛൻ്റെ കൂടെയോ കസിൻസ് ഒക്കെ വരുമ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ബാഡ്മിൻ്റൺ ഒന്നും കളിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്ക് അത്ര ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ വിചാരിക്കും ആ സമയത്ത് എന്തെങ്കിലും സാറ്റർഡേ ഒക്കെ അല്ലേ എന്തെങ്കിലും ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്യും. പിന്നെ ഇനി ബാഡ്മിൻ്റൺ കളിച്ചിട്ട് എല്ലാവരും വീട്ടിലേക്ക് തന്നെ വരിക, രാത്രിയായിട്ടേ പോകും. അപ്പോൾ അവരൊക്കെ കാണാമല്ലോ. പിന്നെ ഞാൻ അങ്ങനെ അത്ര ഇത് കൊടുക്കാറില്ല. നമ്മളിത് കാക്കനാട് എത്തി. ഇനിയിപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് നല്ല ബ്ലോക്ക് ഇപ്പൊ ഈ പരിസരത്ത്. പണ്ട് ഇവിടെ ഒന്നും ഒരു ബ്ലോക്കും ഇല്ല. ഞങ്ങൾ പണ്ട് ഈ ഏരിയയിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു മെട്രോന്റെ പണി. പക്ഷെ ഇപ്പൊ ഭയങ്കര തിരക്കാണ്. നമ്മൾ ഓൾമോസ്റ്റ് പക്ഷെ എനിക്കിത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. നമ്മളിത് എത്താറായി ഓൾമോസ്റ്റ്. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇനി വേറെ കസ്റ്റമേഴ്സൊക്കെ ഇത്തിരി ഉണ്ടെങ്കിൽ പാടായിരിക്കും. സോ ഇവിടെയാണ് ബോയ് ഗാദറിങ്. നമ്മുടെ സീപോർട്ട് എയർപോർട്ട് റോഡിലായിട്ട് വരും. ദിസ് വൺ. ഓണം സെലിബ്രേഷൻ അല്ലേ നിങ്ങൾക്ക് 3rd-ന്? ഓക്കെ. ഇഷ്ടപ്പെട്ടോ? വെസ്റ്റ് സൈഡിൽ ഇപ്പോൾ സെയിലാണ്. സോ കുറേ നല്ല ഡ്രസ്സുണ്ട്. പക്ഷെ സെയിലായതുകൊണ്ട്, സെയിലല്ലെങ്കിലും എൻ്റെ സൈസ് എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ സ്മോൾ വേണം, ഉണ്ടാവത്തേയില്ല. എപ്പോഴും എക്സ്ട്രാ ലാർജൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ ഓൾറെഡി പോയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലേ വരണേ പോകാന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നോക്കണം കറക്റ്റ് ആവുമെന്ന് അറിയില്ല. ചെരുപ്പ് എടുത്തിട്ടുണ്ട്. ചെരുപ്പിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ എല്ലാം ഭയങ്കര സെയിലാണ്. 50%, 70% അങ്ങനെ സെയിലുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു കം ആൻഡ് ട്രൈ ചെയ്യാം. ഇത് ഈ ദൂരെ കാണുന്ന ഈ ഫ്ലാറ്റ്സ് ആയിരുന്നു നമ്മൾ മുന്നേ താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റ്. ഈ റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് വരും. ആക്ച്വലി കാണാം അവിടുത്തെ ബാൽക്കണിന്ന് വെസ്റ്റ് സൈഡ് കാണാം. നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി നമ്മൾ വെസ്റ്റ് സൈഡ് കഴിഞ്ഞിട്ട് ഹരിക്ക് ഡ്രസ്സ് നോക്കാനും പോയി. പക്ഷെ അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഒരു പെർട്ടിക്കുലർ കളർ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം. ഇവിടെ ആരെങ്കിലും ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് പറയും. പോസ്റ്ററിലും ഒക്കെ പറയുന്നത് റെയർ കളർ. നമ്മൾ കുറേ നോക്കിയിട്ടുണ്ട് ആ കളർ. പക്ഷെ അതിപ്പം നമ്മൾ ആക്ച്വലി ലിനൻ ക്ലബ്ബിൽ കയറി നോക്കി. ഇനിയിപ്പോൾ ആ കളർ കിട്ടിയില്ല, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ മെറ്റീരിയലിലും ആ കളർ കിട്ടിയില്ല. അപ്പം ഇനി എന്താ നീ ചെയ്യാ? ഓക്കെ, അത് എൻ്റെ തലയിലേക്ക് അത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം അടുത്ത സ്ഥലത്ത് പോയിട്ട് നോക്കാൻ ടൈമില്ല. നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോറം പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വെസ്റ്റ് സൈഡിൽ
പോയിട്ട് നല്ലതായിരുന്നു. ബിക്കോസ് അവിടെ കുറേ സെയിൽ നടക്കുക. സെയിൽ എപ്പോൾ ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും വെസ്റ്റ് സൈഡിൽ സെയിൽ ഉണ്ടാവും. ലൈക്ക് ഒരു 3 months മിനിമം ഒക്കെ വരുമ്പം എപ്പോൾ ഉണ്ടാവും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെയിലിൻ്റെ സമയത്ത് കറക്റ്റ് പോയില്ലെങ്കിൽ സൈസിൽ ഒന്നും ഉണ്ടാവില്ല, എസ്പെഷ്യലി എക്സ്ട്രാ സ്മോൾ. ആദ്യം തന്നെ എല്ലാ മെയിൻ സൈസുകളൊക്കെ പോകും. എന്തൊക്കെ ആകുമ്പോഴത്തേക്ക് സൈസിനനുസരിച്ച് കിട്ടത്തേയില്ല, ഒട്ടും കിട്ടൂല. ഏറ്റവും നല്ല സാധനം നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പിങ്ക് അല്ലേ, ഒരു ഡാർക്ക് പിങ്ക്, ഒരു ബീച്ച് വൈബിലുള്ള ഒരു ഡ്രസ്സ്. അത് പക്ഷേ എനിക്കത് മീഡിയം ആയിരുന്നു. മീഡിയം എനിക്ക് ഒട്ടും പറ്റൂല. അപ്പം പക്ഷേ എന്നാലും ഇവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ പോയി അവിടെ തന്നെ ഓൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ ചേച്ചീനോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു ഭംഗി പോകുന്നത്. അപ്പോൾ പിന്നെ അത് എടുത്തില്ല. പക്ഷെ ഞാൻ എടുത്തു, വേറെ ഡ്രസ്സ് എടുത്തു. പക്ഷെ കുറേ ഓഫറുണ്ട്. ചെരുപ്പ് എടുക്കാനാണ് പോയത്. ചെരുപ്പിനും ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഓഫർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഞാനൊക്കെ ചെരുപ്പെടുക്കാൻ പോയ ചെരുപ്പ് മാത്രം എടുക്കാൻ. ഞാൻ ചെരുപ്പെടുക്കാൻ പോയ ചെരുപ്പ് മാത്രമല്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആക്ച്വലി വെസ്റ്റ് സൈഡിൽ കുറേ കുറേ വെസ്റ്റ് സൈഡ് ഉണ്ട് കൊച്ചിയിൽ. പക്ഷെ എനിക്ക് ഈ വെസ്റ്റ് സൈഡാണ് ഇഷ്ടം. അത് ശരിയാണ്. ഈ വെസ്റ്റ് സൈഡിൽ എന്നിട്ട് നമ്മൾ ആ MG റോഡിലുള്ളതിനേക്കാളൊക്കെ നല്ലത് അതെ, കാക്കനാട്. അത് ചിലപ്പോൾ നമ്മൾ പോയി നമ്മുടെ ഒരു അറ്റാച്ച്മെന്റും ആയിരിക്കും കേട്ടോ, അറിയില്ല. ബിക്കോസ് നമ്മൾ ഇതിന് മുന്നേ ഈ വെസ്റ്റ് സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പം പോയി ഇവിടുത്തെ സ്റ്റാഫിനെയും ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല പരിചയമാണ്. അപ്പം ഇവിടെ പോകുമ്പോൾ അറിയില്ല, ഇവിടെ ഇനി കളക്ഷൻ കൂടുതലായതുകൊണ്ടാണോ എന്നല്ല, ഇവിടെ പോകുമ്പോഴാണ് ഒരു സുഖം. പിന്നെ ഇവർക്ക് കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ബർത്ത്ഡേ മന്ത് ആണെങ്കിൽ ബർത്ത്ഡേ മന്തിൻ്റെ ഓഫർ എന്താ, 4,000 പർച്ചേസ് ചെയ്യുമ്പോൾ 20% ഓഫ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ എല്ലാവരെയും ബർത്ത്ഡേ ശരിക്കും കറക്റ്റൊന്നുമില്ല, എല്ലാവരുടെയും ബർത്ത്ഡേ അച്ഛൻ്റെ അമ്മയുടെ അമ്മൂമ്മേൻ്റെ എല്ലാം ഓരോ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടേക്കാണ് ഓരോ മന്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് വെസ്റ്റ് സൈഡിൽ. ആക്ച്വലി വെസ്റ്റ് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം കൊണ്ടും. ഡ്രസ്സാണെങ്കിലും വെസ്റ്റേൺ വെയറിന് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എന്താ, ഇപ്പം നമ്മളിതേ ഫോറം പോയിക്കൊണ്ടിരിക്കാം. ഞങ്ങൾ മുന്നേ ആയിരുന്നപ്പോൾ നമ്മൾ ലുലു ആയിരുന്നു കുറച്ചുകൂടെ പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഫോറത്തിലും ലുലു ഡെയിലി ഉണ്ട്. അപ്പം നമ്മളിവിടെ കൂടുതൽ നമ്മൾ ഫോറത്തിന് അടുത്താണ് താമസിക്കുന്നത്. ഒരു 10 minutes ഒന്നും ഇല്ല, ബ്ലോക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്തും. പണ്ടൊക്കെ മൂവിക്ക് പോകുമ്പം ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു. ഫുൾ ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എടുത്താൽ പോരെ. അപ്പം ഞങ്ങൾ പണ്ടൊക്കെ ലുലുവിലൊക്കെ മൂവിക്ക് ലാസ്റ്റ് ഓണത്തിന് ഫോറം ഉണ്ടായിരുന്നോ? അപ്പം ഞങ്ങൾ ലുലുവിലായിരുന്നു പണ്ടൊക്കെ മൂവിക്ക് പൊക്കോണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് മൂവി മിസ്സൊക്കെ ആയിട്ടുണ്ട്. ഏത് മൂവി ആയിരുന്നടാ? അന്വേഷിപ്പിൻ കണ്ടെത്തും ഞങ്ങൾ കാണാൻ പോയിട്ട് ഞങ്ങൾ മിസ്സായി. ആക്ച്വലി ഞങ്ങൾ ലുലു എത്തി, പക്ഷെ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിന് മുമ്പ് അത് സ്റ്റാർട്ടായി. പിന്നെ ത്രില്ലറും കൂടി, അല്ലെങ്കിലും ഏത് മൂവി ആണെങ്കിലും നമുക്ക് സ്റ്റാർട്ടിങ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കാണാൻ തോന്നില്ലല്ലോ, അങ്ങനെ പോയില്ല. പണ്ടൊക്കെ ട്രാഫിക് സിനിമയിലെ പോലെയായിരുന്നു ഞങ്ങൾ സിനിമ കാണാൻ പോകുന്നത്. പറ്റും ഇതാ. അപ്പം ഇപ്പം ഞങ്ങൾ അതുകൊണ്ട് 4 എപ്പോഴും പോകുന്നത് മൂവിക്കൊക്കെ. പിന്നെ PVR കൂടെ ആയതുകൊണ്ട് 15 minutes പറയണ സമയം കഴിഞ്ഞ് 15 minutes കഴിഞ്ഞിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട്. ഇപ്പം നമ്മൾ ഫോറമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഇതിപ്പോൾ പെൻഡിങ് ആയിട്ട് കഴിഞ്ഞ് സാറ്റർഡേ തൊട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഇന്നാണ് പോകുന്നത്. ഓൾറെഡി 8:30 ഒക്കെ ആയി. പക്ഷെ കുഴപ്പമില്ല, 11:30 ഒക്കെ വരെ ഉണ്ടാവും ഷോപ്പ്. അപ്പം സോ യാ, ഫോറം ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അപ്പം ബാക്കി കാണിക്കാം. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? എന്തെങ്കിലും പറയടാ. എന്താ പറഞ്ഞു? See you guys there. Okay, see you guys there. നമുക്ക് ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന സാധനമാണ് ഫോറമിൽ ഗ്രൗണ്ടിൽ തന്നെ പാർക്കിംഗ്. അല്ലെങ്കിൽ നമ്മളെപ്പം കയറി പണിയാണ്. ഇതിപ്പോൾ താഴെ ഉണ്ടോയെന്ന് നമ്മൾ 2-3 തവണ ചോദിച്ചു. നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് താഴെ കിട്ടലേ ഇല്ല. ഇപ്പോൾ മേലെയാണ്. ചിലപ്പോൾ അങ്ങ് ടെറസിലൊക്കെ പോകേണ്ടി വരും. അപ്പം ഇത്തവണ എന്തായാലും യോഗമുണ്ട്, താഴെയാണ് കിട്ടിയിരിക്കുന്നത്. ഇല്ലേ, വലിയ കാര്യത്തിന് ഞാൻ വീഡിയോയിലൊക്കെ പറഞ്ഞേ ഉണ്ടോ? ആകെ ജാവോ, ഫ്രണ്ടിലേക്ക് പോന്നെ. ആകെന്ന് വെച്ചാ ട്രോള് വിട്ടുട്ടോ നിനക്ക്. എടുത്തു ഞാൻ. ഇവിടെ ഉണ്ട്. ഗ്രീൻ
എടാ ഇത് ഓക്കെ അതൊക്കെ ഓ റിസർവ് പാർക്കിംഗ് എന്നത് ഇപ്പറുണ്ട് ഈ റെഡിന്റെ ഇപ്പറ നോക്ക് ഗ്രീൻ. ഓ ദിസ് ഈസ് ആക്ച്വലി ഡിഫറെന്റ്ലി ഏബിൾഡ് പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമുണ്ടാവോ? ഇല്ല അല്ലേ? എടാ എന്താടാ? എന്നാ പിന്നെ ഇനി ഇവിടെ ഇട്. ഇതേ ഈ ഇന്നോവേന്റെ സൈഡിൽ ഇത് ഇന്നോവ അല്ലേ? ഞാനും നാണം കിടും ഇതിന്റെ ഇപ്പറേ. ഇതാ പറഞ്ഞ ഞാൻ. ഭാഗ്യത് ഇന്നോവയായിരുന്നു. പോയിട്ട് ഇറങ്ങി. ഞാനിപ്പോൾ മുന്നേ വെച്ച് കുറച്ച് ക്ലിപ്സ് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫോറമിൽ എപ്പോഴും ഒരു മ്യൂസിക് ഇങ്ങനെ പ്ലേ ചെയ്യുമായിരിക്കും ഹൈപ്പർ മാർക്കറ്റിൽ. അപ്പം ഇനി അത് കോപ്പി റൈറ്റ്സ് കിട്ടുമോ എന്നൊന്നും അറിയില്ല. അപ്പോൾ വെറുതെ ഇത് ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തില്ല അധികം ക്ലിപ്സ്. പിന്നെ എനിക്ക് തോന്നുന്നു അവിടെ അധികം വീഡിയോസ് എടുക്കുന്നതും അലൗഡ് അല്ല തോന്നുന്നു. അപ്പം നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി 10:55 ആയി. അപ്പം ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വലിയ ടാസ്ക് ഉണ്ട്. എനിക്ക് സാധനങ്ങളെല്ലാം എടുത്തു വെക്കണം. സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള പരിപാടി. പക്ഷെ എനിക്കത് ഇന്ന് തന്നെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കാണ്ട് എനിക്കൊരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. അപ്പം ഇന്ന് അത് ചെയ്യണം പോയിട്ട്. ഞാനിന്ന് ആക്ച്വലി ബില്ല് ചെയ്തപ്പോൾ തന്നെ ഞാൻ 3 കവേഴ്സിലേക്ക് ആക്കിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സോർട്ട് ചെയ്തില്ല. പക്ഷെ ഇങ്ങനെ ഫ്രിഡ്ജിലേക്കുള്ളത് അല്ലാത്തത് അങ്ങനെ ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു ഓൾറെഡി. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ചേച്ചി ഇല്ലായിരുന്നു ബില്ല് ചെയ്യുന്ന ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നു, കവറിലിടാൻ വേണ്ടി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ സോർട്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോഴേ ചേച്ചിക്ക് മാറി നിന്നു. ചേച്ചി ഓർത്താണ് ഇതൊക്കെ എന്ത് പറ്റുന്നു, അങ്ങനെ ഒരു എക്സ്പ്രഷനായിരുന്നു. അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് കുറച്ചുകൂടി എളുപ്പം ഉണ്ടായിരിക്കും. യൂഷ്വലിനാണെങ്കിൽ ചിലപ്പോൾ കുറേ വെജിറ്റബിൾസ് അടിയിലായിരിക്കും, അതിൻ്റെ മേലെ വേറെ സാധനങ്ങളാകുമ്പോൾ വലിച്ച് എല്ലാം ഇട്ട് ഭയങ്കര വട്ടാവും. അപ്പം ഇന്ന് കുറച്ചുകൂടി എളുപ്പമാകാൻ വേണ്ടി ഞാൻ സോർട്ട് ചെയ്ത് ഓൾറെഡി വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേഗം ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് പച്ചക്കറിയൊക്കെ എടുത്തു തരും. അപ്പം പിന്നെ നാളെ ഇന്നിപ്പോൾ ഫിഷൊക്കെ വാങ്ങിയോണ്ട് നാളെ അതിൻ്റെയൊക്കെ പരിപാടി ഉണ്ട്. പിന്നെ അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്താ പരിപാടി? ഫുഡ് കഴിക്കണം. പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. എന്തെങ്കിലും എവിടെ നിന്നിരുന്ന് നമ്മൾ കഴിക്കും, എന്നിട്ട് വീട്ടിൽ ചെല്ലണം. ഇതൊക്കെ പരിപാടികൾ. നാളെ വർക്കിംഗ് ആണ്. അപ്പം നേരത്തെ കിടക്കലൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. എന്നാലും ഇനി ഇതെല്ലാം ചെയ്തിട്ട് വേണം കിടക്കാൻ. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ ഇരുന്നല്ലേ മുന്നത്തെ 2 വീഡിയോസ് എടുത്തത്. എനിക്ക് ആക്ച്വലി അതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. ബിക്കോസ് അതാകുമ്പോൾ നമ്മൾ ഒരേ സ്ഥലത്ത് ഇരുന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ പബ്ലിക്കിൽ ചെയ്യുമ്പം വേറെ ആൾക്കാരുടെ പ്രൈവസീനെ എഫക്ട് ചെയ്യരുത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവും. ഞെരിവിരി കൊള്ളാണ് കിടക്കരുത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ തോന്നും. ഇങ്ങനെ പബ്ലിക്കിലേക്ക് എടുക്കുമ്പോൾ അവരൊന്നും വരില്ലല്ലോ. വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി പാടായിരുന്നു. ബട്ട് ഞാൻ വെച്ച് കുറച്ച് ഡിഫറെൻ്റ് ആവട്ടെ. എല്ലാവർക്കും എപ്പോഴും ഇങ്ങനെ എൻ്റെ ഫേസ് തന്നെ കണ്ടുകൊണ്ടിരുന്നു മടുക്കേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് നിൻ്റെ ഫേസും കാണട്ടെ എന്ന് ഓർത്തു. നീ എന്താണ് ഇതിനകത്ത് നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.